വാർത്തകൾ തുടരുന്നു. ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് ചാമക്കാല മാപ്പിള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ചാമക്കാല പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അർജുൻ അജയ് ഘോഷിനെ ആദരിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഇവിടെ 2013 മാർച്ച് 25-നാണ് ചാർജ് എടുക്കുന്നത്. അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞത് ജൂലൈ 15-നാണ് 2013. ഇവിടെ വന്നതിന് ശേഷം അപ്പോൾ വളരെ ചെറുപ്പമാണ്. ഞങ്ങളെല്ലാവരും പോയിരുന്നു. തീർച്ചയായിട്ടും ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അതും വെറും ഒരു ഡോക്ടർ മാത്രമല്ല, നല്ല സ്കാറ്റിംഗ് വിദഗ്ധൻ കൂടിയാണ്. ഇവിടെ ആരോഗ്യ ജാഥകൾ സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ മുന്നിലെല്ലാം ടൗണിലൂടെ സ്കാറ്റിംഗ് ചെയ്യാറുണ്ട് വളരെ വിദഗ്ധമായിട്ട്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഒരു വികസനൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ സമൂഹത്തെ സേവിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ആരോഗ്യമുള്ള മനസ്സിനുടമയാണ്. കായിക രംഗത്ത് കൂടി അദ്ദേഹം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. PTA പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷനായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി, പ്രിൻസിപ്പൽ ഇൻചാർജ് ആൻഡോ P പോൾ, ജയശ്രീ ടീച്ചർ, PV ദിവാകരൻ, TR രമാദേവി എന്നിവർ സംസാരിച്ചു. ദീപകിന്റെ 5 വർഷമായുള്ള സൗഹൃദത്തിന്റെ റമദാൻ വ്രതത്തിന് ഇക്കുറിയും മാറ്റമില്ല. കയ്പമംഗലം കാളമുറി സ്വദേശി കണ്ടേങ്ങാട്ടിൽ മുരളിയുടെ മകൻ ദീപക്കാണ് കൂട്ടുകാരായ മുസ്ലിം യുവാക്കളോടൊപ്പം സ്നേഹവ്രതത്തിന്റെ അരവ്യാഴവട്ടം പൂർത്തിയാക്കുന്നത്. ഒട്ടും വിഭിന്നമല്ല ദീപകിന്റെ നോമ്പ്. പുലർച്ചെ 4 മണിക്ക് അമ്മ ഷീന ദീപകിന് അത്താഴം ഒരുക്കി കൊടുക്കുന്നു. വൈകിട്ട് മഗ്രിബ് പ്രാർത്ഥനയ്ക്ക് ബാങ്ക് വിളിക്കുമ്പോൾ സ്വന്തം വീട്ടിലോ കൂട്ടുകാരുടെ വീട്ടിലോ നോമ്പ് തുറക്കുന്നു. 2012-ൽ വുഷു കിക്ക് ബോക്സിംഗിൽ ദേശീയ ചാമ്പ്യനായിട്ടുള്ള യുവാവ് സുഹൃത്തുക്കളോടൊപ്പം കൗതുകത്തിനാണ് നോമ്പെടുത്തു തുടങ്ങിയത്. വ്രതം പകരുന്ന ഊർജ്ജവും പ്രവർത്തനക്ഷമതയും മനസ്സിലാക്കി തുടരുകയായിരുന്നു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ 2ാം വർഷ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിദ്യാർത്ഥിയായ ഈ യുവാവിന് കഴിഞ്ഞ ദിവസം തൃശൂർ ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ നോമ്പ് തുറന്നത് ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവമായി. പള്ളിയിലെ സ്പെഷ്യൽ കഞ്ഞി കുടിച്ച് ദിക്ർ ചൊല്ലിയാണ് നോമ്പ് തുറന്നത്. സന്തോഷത്തോടെ ദീപക് പറഞ്ഞു. ദീപക് വ്രതമെടുക്കുന്നതറിഞ്ഞ് കാളമുറി ജുമാ മസ്ജിദ് ഭാരവാഹികൾ പള്ളിയിലെ ഇഫ്താർ വിരുന്നിന് ക്ഷണിച്ചപ്പോൾ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. കൂട്ടുകാരോടൊപ്പം എത്തിയ ദീപക് നമസ്കാരവും വീക്ഷിച്ച ശേഷമാണ് സ്ഥലം വിട്ടത്. പടിഞ്ഞാറേ വെമ്പല്ലൂർ MES അസ്മാബി കോളേജിലെ NSS യൂണിറ്റുകളുടെയും ലഹരി വിരുദ്ധ ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ മഹേഷ് ചിത്രവർണ്ണത്തിന്റെ ലഹരി വിരുദ്ധ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ K ഷാജി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ അമിതാഭ് ബച്ചൻ, ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിത്രമായിരിക്കും ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർക്കും അല്ലെങ്കിൽ വിദേശികൾക്ക് മനസ്സിൽ വരുന്നത്. അന്നത്തെ നമ്മുടെ സിനിമകൾ ഏകദേശം അവാർഡ് സിനിമകൾ എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. നിങ്ങൾ അന്നത്തെ മനോഹരങ്ങളായ ബംഗാളി, അന്ന് 2 സിനിമകളെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ സിനിമയായിട്ട് പോകുന്നുള്ളൂ. 2 ഭാഷയും, ഒന്ന് ബംഗാളി എന്നും പശ്ചിമ ബംഗാളിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് മനോഹരങ്ങളായ സിനിമ ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ അപൂർവമായിട്ടുണ്ടാകാറുണ്ട്. ഗോവിന്ദ നികാലിനെയൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടായിരിക്കും. അതിലൊരു സൂപ്പർ സ്റ്റാറായ ഒരു നടനുണ്ട്. അദ്ദേഹം വന്നത് അവാർഡ് സിനിമയിൽ കൂടിയാണ്, മിഥുൻ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ, മൃഗിയ. അത് അവാർഡ് സിനിമയാണ്, മനോഹരമായ സിനിമയാണ്, ഹിന്ദി സിനിമയാണ്. ഇന്ത്യയിൽ വരുമ്പോഴേ വരുള്ളൂ. ബാക്കിയെല്ലാം ഇന്ത്യയിൽ വരുന്നത് കണ്ടാൽ വളരെ സ്റ്റാൻഡേർഡ്, എല്ലാവരും ഹൈ ക്ലാസ് പീപ്പിൾ, വളരെ സുന്ദരമായ സുന്ദരികളുമായിരിക്കും ഇന്ത്യയിൽ വരുന്നത്. മറ്റ് യഥാർത്ഥ പിക്ചർ വരുന്നത് അതാണ് വിദേശത്തേക്ക് പോവുക. സത്യജിത്ത് റോയുടെ അതിലും ഒക്കെയാണ് വിദേശത്തും അവർ കാണുന്ന ഈ ചിത്രമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്യുക, പാവപ്പെട്ട വളരെ സ്ത്രീകൾ. എന്തുകൊണ്ട് ഇന്ത്യയിലെ സ്ത്രീകൾ ഇത്ര പാവപ്പെട്ടവരായി പോയി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ലഹരിയാണ്, മദ്യമാണ്. ഞാനെപ്പോഴും പറയും, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ കൂടി പറഞ്ഞു, ഞാൻ 750 രൂപയ്ക്ക് നെയ്മീൻ മേടിക്കുമ്പോൾ ഈ തീരദേശത്ത് ജീവിക്കുന്ന അവർ പിടിക്കുന്ന ജനങ്ങൾക്ക് ജീവിത സ്റ്റാൻഡേർഡ് നോക്കിയാൽ ആ 750
രൂപയും അവരുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതിന് ഒരു കാരണം മദ്യമാണ്. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി പരിശീലനം സംഘടിപ്പിച്ചു. നഗരസഭാ കൗൺസിലർ ടി സുന്ദരേശൻ മാസ്റ്റർ പരിശീലനം ഉദ്ഘാടനം ചെയ്തു. BPO മായ ടീച്ചർ KS സുധ, അനുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. പക്ഷെ ആ ഒരു അനുഭവം പുസ്തകം വായിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു അനുഭവം. ടീച്ചറുടെ അനുഭവം ടീച്ചർ പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ തന്നെ അല്ലേ? ആണോ? ഒരു കളിക്കുടുക്ക വായിക്കുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചെറിയ ചെറിയ കഥകൾ വായിക്കുമ്പോഴൊക്കെ നമ്മൾ ആ ലോകത്താണ് അല്ലേ? അതൊരു സാങ്കല്പിക ലോകമാണ്. ശരിക്കുള്ള ലോകത്ത് കാട്ടിലൂടെയാണോ നമ്മൾ പോകുന്നത്? അല്ല, ഒരു സാങ്കല്പിക ലോകത്തിലൂടെ. അപ്പം അത് പുസ്തക വായനയിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ലോകം നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമുക്കറിയാം, ഇപ്പം നമ്മുടെ പണ്ട് കാലത്ത് ഇപ്പം എന്തുമാത്രം പുസ്തകങ്ങൾ ടീച്ചറിൻ്റെ ഒക്കെ കാലത്ത് ഒരു അമ്പിളി അമ്മാവൻ എന്നൊരു പുസ്തകമുണ്ട്. അതിപ്പോൾ ഇല്ല, ഇപ്പം ഓർക്കണ്ട. അമ്പിളി അമ്മാവൻ എന്നൊരു പുസ്തകം, അത് ശരിക്കും ടീച്ചറൊക്കെ വളരെ രസത്തോടെ വായിച്ചിരുന്നൊരു പുസ്തകമാണ്. പിന്നെ കുറേ കഴിഞ്ഞ് ബാലമംഗളം, ബാലരമയൊക്കെ വന്നു. ഇപ്പോഴോ എനിക്കിപ്പോൾ അറിയില്ല, ഞാനിപ്പോൾ ചെറിയ കുട്ടികൾ വീട്ടിലില്ലാത്തതുകൊണ്ട്. കോതകുളത്ത് വീടിന്റെ വിറകുപുരയിൽ പൂച്ചയെ വിഴുങ്ങിയ നിലയിൽ കണ്ടെത്തിയ പാമ്പ് 2 മണിക്കൂർ നേരം ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. കോതകുളം ബീച്ച് ഡിസ്കോ സെന്ററിന് തെക്ക് കറപ്പം വീട്ടിൽ അബൂബക്കറിന്റെ വീട്ടിലെ വിറകുപുരയിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് പൂച്ചക്കുട്ടിയെ വിഴുങ്ങിയ നിലയിൽ പാമ്പിനെ കണ്ടെത്തിയത്. പത്തി വിരിച്ചു നിൽക്കുന്ന പാമ്പിനെ കണ്ട് രാജവെമ്പാലയാണെന്ന് കരുതി പോലീസിൽ അറിയിക്കുകയും തുടർന്ന് സേവ്യർ എൽത്തുരുത്തിനെ വിവരമറിയിക്കുകയായിരുന്നു. അപ്പോഴേക്കും 100 കണക്കിന് ആളുകൾ വീടിന് ചുറ്റും തടിച്ചുകൂടിയിരുന്നു. തുടർന്ന് സേവ്യർ എത്തി വിറകുപുര പൊളിച്ച് പാമ്പിനെ പിടികൂടി. എന്നാൽ രാജവെമ്പാലയാണെന്നുള്ള നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സംശയത്തിന് വിരാമമിട്ട് ഇത് പുല്ലാനി മൂർഖനാണെന്ന് സേവ്യർ പറഞ്ഞു. 5 അടിയോളമുള്ള പാമ്പിനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പൂവത്തുംകടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നാമ്പ് ഞാറ്റുവേല ഉത്സവത്തിന് തുടക്കമായി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന ചരിത്രത്തിലെ സ്വപ്ന പദ്ധതിയായ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വൈകുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 1/4 കോടി രൂപയുടെ ഫണ്ട് കയ്യിൽ കിട്ടി മാസങ്ങളായിട്ടും പണി തുടങ്ങി വയ്ക്കാൻ പോലും പഞ്ചായത്തിനായില്ല. മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ PTIയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.